അല്ലാഹുവേ പടച്ചവനെ അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മയ്യഖുദു മാലം ബിഹഖിഹി, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചാൽ യുബാരികു ലഹു, അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ, അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ. വിദേശ രാജ്യത്ത് ആരെയും വഞ്ചിക്കാതെ ആരെയും പറ്റിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദിച്ച ആ പണം എംഎസിന്റെ പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഗൾഫുകാരുണ്ട്. അല്ലാഹുവേ ആ പാവപ്പെട്ട ഗൾഫുകാരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും ഓരോ വർഷവും 10,000 രൂപ അതിലിടലാണ് അവരുടെ അഡ്മിഷൻ ഫീസ്. എനിക്ക് അൻസാറുൽ മുസ്ലിമീൻ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം മുസ്ലിയാരെ പേരെന്തെന്നല്ല ചോദിക്കുക, ആദ്യം 10,000 രൂപ തരാനാ പറയാ. ആദ്യം അവരിൽ നിന്ന് പണം ഇറക്കിയെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ആ പരിപാടിക്ക് കഷ്ടപ്പെടാൻ ഒരു മനസ്സ് വരുള്ളൂ. കസേര ഇട്ടുകൊണ്ട് കാലുമേ ഇട്ട് ഒപ്പിടാൻ ഒരു സെക്രട്ടറി ആണെങ്കിൽ ഇഷ്ടംപോലെ സെക്രട്ടറിമാരുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിൽ ഇലക്ഷൻ അധികരിക്കുന്നത്. കമ്മിറ്റി നിൽക്കണമെങ്കിൽ 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ലോകത്ത് സെക്രട്ടറി ആവൂല, ഒരാളും ലോകത്ത് പ്രസിഡന്റ് ആവൂല, ഒരാളും എന്റെ പ്രിയമുള്ളവരെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തൂല. എന്നതുകൊണ്ടല്ലേ പണം കൂടുമ്പോഴാണ് അടിയുണ്ടാവുന്നത് ചെലവഴിക്കുന്ന വിഷയത്തിൽ. ചില സ്ഥലത്തൊക്കെ 5-6 ചെറുപ്പക്കാര് കൂടിയിട്ട് പറയും, ബാക്കവി അല്ലെങ്കിൽ കാഞ്ഞാറുസ്താറെ ആരെങ്കിലും ഒന്ന് വരണം, 2 ദിവസത്തെ പരിപാടി വെക്കണം, പാവപ്പെട്ടവരെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റൊക്കെ വായിക്കും. എന്നിട്ട് വലിയ നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിക്കുമ്പോ തന്നെ ആൾക്കാർ പറയും, ഉസ്താദ് ബാക്കവിയാണോ വരണത്, സുന്നിയല്ല, സുന്നത്ത് ജമാഅത്തല്ല, വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് നാട് നശിപ്പിക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞൊക്കെ ഫിത്തിനെ ഫസാദൊക്കെ പറയും. അവസാനം കാഞ്ഞാറ് ബാക്കവിയാണോ പറഞ്ഞത്, വലിയകാരനാണ്, EP ഉസ്താദാണ് പറഞ്ഞത്, അയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ആരെ കുറിച്ചാണെങ്കിലും പറയും, ഹുസൈൻ ഉസ്താദിനെ കുറിച്ചാണെങ്കിലും പറയും. പക്ഷെ ഷർട്ടൊന്ന് മാറ്റിയിടണം, അതെനിക്ക് എന്നിട്ട് ഇത് വിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോയാൽ മതി, തവലികാരനാന്ന് പറയും. വല്ലാഹി പറയും, പ്രസംഗം എന്തെന്നല്ല നോക്കുന്നത്, വേഷം എന്തെന്ന് നോക്കും. ജുബ്ബയാണെങ്കിൽ തീർന്നു, ഖത്തം ഹോവയാ, പിന്നെ ജീവിക്കാൻ പറ്റൂല, പിന്നെ ഞാൻ തലയെ കെട്ടാത്തതുകൊണ്ട് കെട്ടറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥ ഏതാ പ്രിയമുള്ളവരെ. അള്ളാഹു പടച്ച തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു സങ്കടം കൂടി ഞാൻ ഇതിനിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ മുറുക്കാൻ കടകളിലും ചായക്കടകളിലും ചാരായക്കടകളിലും അള്ളാന്റെ ഹബീബാണ് ചർച്ച. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുന്നാര നബി തങ്ങളുടെ ശരീരം മണ്ണിനടിയിൽ ചീഞ്ഞളിഞ്ഞു പോയി എന്ന് പറയുന്ന വൃത്തികെട്ടവര് വരെ നമ്മുടെ നാടുകളിൽ അഭിമാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും എൻ്റെ പ്രിയമുള്ള കൂട്ടുകാര് അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത്. അള്ളാന്റെ റസൂലിന്റെ ശരീരം പോട്ടെ, മസ്ജിദുൻ നബവിയുടെ മണ്ണൊന്ന് മാന്തി നോക്കിയാൽ സഹാബത്തിന്റെ ശരീരത്ത് പോലും ചിതലും പുഴുവും ഉറുമ്പ് പോലും മരിച്ചിട്ടുണ്ടാവൂല, സഹാബത്തിന്റെ ശരീരം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പൊന്നാര ഹബീബിന്റെ ശരീരം പുഴുത്തെറിഞ്ഞു പോയെന്ന് പറയുന്നത്? റസൂലുള്ളാഹിയുടെ മുടിയും റസൂലുള്ളാഹിയുടെ നഖവും അള്ളാന്റെ ഹബീബിന്റെ ശരീരവും ബോഡി വേസ്റ്റും മാലിന്യവും എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും മോശമായ ചർച്ചകളിൽ നമ്മൾ ആരും ഉൾപ്പെടരുത്. ഏത് സംഘടനയിലും നിങ്ങൾ പ്രവർത്തിച്ചു, പക്ഷേ അള്ളാന്റെ ഹബീബിനെ കുറിച്ച് മോശത്തരം പറയാനുള്ള അർഹത എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ നാവിനില്ല. ഒരിക്കലും ചർച്ച ചെയ്യരുത്, ആ ചർച്ച നമുക്ക് വേണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ടു മരിക്കാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക, അതുമാത്രം തിരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകര് പറയുകയാണ്, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണമുണ്ടാക്കിയാൽ യുബാരിക് ലഹു, അവനാ പണത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. പണം പെട്ടെന്ന് വരുമ്പോഴാണ് ചർച്ച കൂടുക. 3-4 കുട്ടികൾ അങ്ങനെ മതപ്രസംഗം വെച്ച് ഒരുപാട് പൈസയൊക്കെ ആകുമ്പോ പള്ളി കമ്മിറ്റിക്കാർ വരും, നാട്ടുകാർ വരും, പാപ്പുമാരെ എതിർത്തവരൊക്കെ വരും. മക്കളെ, നമുക്കൊരു യോഗം ചേർന്നിട്ട് അത് എങ്ങനെ ചെലവഴിക്കണം ആലോചിക്കാം. മക്കള് പറയും, വാദം നടത്താൻ നേരത്ത് നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ, പൈസ വന്നപ്പോ ഇപ്പൊ മരിക്കാൻ കിടക്കണവരൊക്കെ എണീച്ച് വരികയാണല്ലോ എന്ന് ചോദിക്കുന്ന കാര്യം എല്ലായിടത്തും അതാ. പണമില്ലാത്ത ഫണ്ട് ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ കമ്മിറ്റിക്കാരില്ല, ആ സംഘടനയിൽ ആളില്ല.
ഒരു സ്ഥലത്തും അങ്ങനെ പണമില്ലെങ്കിൽ ആളില്ല. നിങ്ങൾ പോലും നിങ്ങൾ ഓച്ചിറയിൽ 1 രൂപ കൈയെടുക്കാനില്ലാത്ത പാവപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ സലാം പറയുന്നവർ വരെ കുറവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പാവപ്പെട്ടവരെ ഒരിക്കലും അവഗണിക്കരുത്. പണം അല്ലാഹുവാണ് തരുന്നത്. പോക്കറ്റിന്റെ അകത്ത് 1000ന്റെ നോട്ട് കെട്ടുള്ളവരോട് മാത്രം സലാം പറയുന്ന സമ്പന്ന വർഗത്തിനോട് പ്രത്യേകമുള്ള താല്പര്യം എന്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പൊന്നാര നബി തങ്ങൾ പറയുന്ന അർഹതയില്ലാത്ത രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചു പോരാ, അവന്റെ ഉദാഹരണം പൊന്നാര നബി തങ്ങൾ പറയുന്നു, വയറ് നിറച്ച് കഴിച്ചിട്ടും വയറ് നിറക്കാത്തവനെ പോലെയാണ്. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നവന്റെ ഉദാഹരണം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, എന്നാലും അവന്റെ വയറ് നിറയുകയില്ല. അതാണ് ഒരുപാട് പണമുണ്ടായിട്ടും സമാധാനമില്ല, ഒരുപാട് സുഖമുണ്ടായിട്ടും സമാധാനമില്ല. ഖുർആൻ പറയുന്നു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അല്ലാഹു പറയുകയാണ്, ഏറ്റവും മോശമായ നാശം കൊടുത്തുകൊണ്ട്, ഏറ്റവും മോശമായ നരകം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പണം ഒരുമിച്ച് കൂട്ടുന്നവരും എല്ലാ ദിവസവും അതിനെ എണ്ണി നോക്കുന്നവരും നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. ഒരുമിച്ച് കൂട്ടുന്നവരും എണ്ണി നോക്കുന്നത് പല രീതിയിലാ. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പറയുന്നത് എത്ര രൂപയെന്നാ? 1 രൂപയെന്നാ. കച്ചവടം നടന്നോടാ, പോരാ 5-6 രൂപയുടെ കച്ചവടം നടന്നു എന്ന് പറഞ്ഞാൽ 5-6 ഗുണവയുടെ കച്ചവടം അല്ല നടന്നത്, 6 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടന്നത്. പണ്ട് കാലത്തുള്ളവർ അങ്ങനെ പറയൂല. ഇന്ന് കാശ് കൂടിയപ്പോ 1 ലക്ഷം രൂപ പണ്ടുള്ള 1 രൂപയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് എത്ര രൂപ കിട്ടിയടാ? 10 രൂപ കിട്ടിയടാ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടിയെന്ന, 10 ലക്ഷം രൂപ കിട്ടിയെന്ന. പിന്നെ നോട്ടിനെ നമ്മൾ എണ്ണുന്നതോ താവ്, തോവ്, തിലു, തട്ടല്, തടവല്, നുണക്കല്, വലിക്കല്, തുടിക്കല്, പൈസ എണ്ണിട്ടില്ലേ? ഇതുപോലും തെറ്റാ, ഇങ്ങനെ എണ്ണാൻ പാടില്ല. നിങ്ങളെന്താ കരുതിയത്? കോഡ് ഭാഷ എന്നാ പറയാ. ഓച്ചിറയിൽ ഒരുപാട് കോഡ് ഭാഷ ഉണ്ട്, എനിക്കറിയാം. താളനും താളി എന്തോ ഓച്ചിറ സ്പെഷ്യലായ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓച്ചിറ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. വെട്ടി വെയിലത്ത് വെക്കലും അങ്ങനെയുള്ള കുറെ പ്രത്യേക ഡയലോഗുകളുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാൻ ഈ അൻസാറുൽ മുസ്ലിമീൻ സാധു സംഘം പോലെ ഓച്ചിറയുടെ പ്രദേശങ്ങളിൽ നിറഞ്ഞു കവിയുന്ന, മനസ്സിൽ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള പ്രവർത്തകർ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു പാവപ്പെട്ടവൻ മുമ്പ് നിന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ടിട്ട് പെട്ടെന്ന് കൂട്ടുകാരെ ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞിട്ട്, നീ 100 ഇട്, ഞാൻ 500 ഇടാം എന്ന് പറഞ്ഞ് പൈസ പിരിച്ചിട്ട് പലിശക്കെടുക്കാൻ പോകുന്നവന്റെ കയ്യിൽ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സ് ഈ കാലഘട്ടത്തിൽ, 100 രൂപയ്ക്ക് വേണ്ടി ഉമ്മയെ കൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വളർന്നു വരണം. കഴിഞ്ഞ വർഷം 4 മക്കളെയാണ് കെട്ടിച്ചു വിട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 5 മക്കളായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം അത് 10 മക്കളായി മാറണം. നിനക്കറിയോ എവിടെന്നാണ് ഉസ്താദേ ഇത്രത്തോളം പാവപ്പെട്ടവര് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകർക്ക് വരുന്ന അപേക്ഷകള് 10ഉം 15ഉം 20ഉം അപേക്ഷകളാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, കഴിഞ്ഞ വർഷത്തെ നിക്കാഹിന് വേണ്ടി ഒരു വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. അപേക്ഷ കൊടുത്താലും അൻസാറുൽ മുസ്ലിമീന്റെ മക്കള് പൈസ കൊടുക്കൂല. പിന്നെ എന്ത് ചെയ്യും? ആ പേരും അഡ്രസ്സും നോക്കിയിട്ട് അവർ അന്വേഷിക്കാൻ പോകും. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട കുടിലിന്റെ അവസ്ഥ കണ്ടപ്പോ, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ കണ്ടപ്പോ പിന്നെ അന്വേഷിക്കാൻ പോലും മനസ്സ് വന്നില്ല. ആ സമയത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് മടങ്ങി വന്നുപോയി. ഇങ്ങനെ 100 കണക്കാറ് ഭവനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് സഹോദരാ. പൊന്നുമോളെ കെട്ടിക്കുമ്പം 100 കിലോ സ്വർണം കൊടുത്തിട്ട് MG ശ്രീകുമാറിന്റെ ഗാനമേള നടത്തുന്ന പ്രിയപ്പെട്ട സമ്പന്ന വർഗത്തിലെ ഉപ്പമാരെ,
അതിൽ നിന്ന് 1 പവൻ സ്വർണ്ണാഭരണം പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന് എത്ര സന്തോഷമാകുമായിരുന്നു. നിനക്ക് അള്ളാഹു പടച്ച തമ്പുരാ തന്നതിന് പകരം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നിനക്ക് വരുമ്പോ അള്ളാഹു ഇനിയും നിനക്ക് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, പാവപ്പെട്ടവരെ അവഗണിക്കല്ലേ. കാശില്ലാത്തവനെ കല്യാണത്തിന് വിളിക്കൂല, ഹജ്ജിന് പോയാൽ പാവപ്പെട്ടവരോട് യാത്ര ചോദിക്കൂല, വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ നാട്ടിലുള്ള സാധുക്കളെ ക്ഷണിക്കൂല, കാശുള്ളവൻ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത് അപകടമാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ സാധുക്കളുണ്ട്. അവരെ സാധുക്കളാക്കിയതാരാ? ഞാനും നിങ്ങളുമല്ല. നമ്മൾ പണക്കാരായതെങ്ങനെയാ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. കരുണക്കടലാണ് പടച്ച തമ്പുരാ നമുക്ക് സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങൾ തുറന്നു തന്നത് കൊണ്ടാ. നിങ്ങൾക്കറിയോ, അല്ലാഹു പടച്ച തമ്പുരാൻ ഖാറൂൻ എന്ന് പറയുന്ന ദുനിയാവിൽ ഏറ്റവും അധികം പണം കൊടുത്തവനാ ഖാറൂൻ. ആ ഖാറൂന്റെ വീട്ടിലെ നായയുടെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലയുടെ വില പോലും ഓച്ചിറയിലുള്ള ഏറ്റവും വലിയ സമ്പന്ന വർഗത്തിന് അല്ലാഹു തന്നിട്ടില്ല. ആ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യനോട് അല്ലാഹു പറഞ്ഞതെന്താ? വബ്തഗീ ഫീമാ അതാക അല്ലാഹു ദാറൽ ആഖിറ.